ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് കടൽ, നമുക്ക് നാട്ടിലൂടെ ഇപ്പം റോഡിന്റെ ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കുക, വലതു ഭാഗത്തൂടെ യാത്രക്കാർ നടക്കുക, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ട്രാഫിക് സിഗ്നൽ കണ്ട വണ്ടി നിർത്തുക, നമ്മൾ യെല്ലോ ആണെങ്കിൽ ശ്രദ്ധിച്ചു പോവുക, പല കാര്യങ്ങളും. അപ്പം നമുക്ക് കടലിൽ അങ്ങനെ വല്ല റൂൾസും ഉണ്ടോ? അതായത് ഇപ്പം നിങ്ങൾ കരുതുന്ന കടൽ ഭയങ്കര വൈഡ് അല്ലേ, അപ്പോൾ രണ്ട് ഷിപ്സ് നേരെ വരുമോ, അല്ലെങ്കിൽ ആരെന്ത് ആക്ഷൻ എടുക്കണം, അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമുണ്ടെന്ന് കരുതും. പക്ഷെ നമ്മളറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ കപ്പലുകൾ കൂട്ടിയിടിച്ച കഥകളും മറ്റും പലവും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കപ്പലിൽ മെയിൻ ആയിട്ട് ഞങ്ങളിപ്പം ഒരു കപ്പൽ നേരെ വരുവാണ്. അപ്പം നേരെ വരുന്നവൻ ഓക്കെ ഞാൻ ഇങ്ങോട്ട് പോകാം, ഇവനും കരുതും ഞാൻ ഇങ്ങോട്ട് പോകാം. ഫർദർ ആയിട്ട് അത് കൊളൈഡ് ആവും. അതായത് നമുക്ക് കപ്പലിന് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്പീഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കപ്പലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ആക്ഷൻസ് എല്ലാം ചെയ്യുന്നത്. നാട്ടിലാണ് നമുക്ക് ബ്രേക്ക് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചെങ്കിലും കാര്യങ്ങൾ നിർത്താം. ഇവിടെ ഞങ്ങൾക്ക് ആ ഒരു ഓപ്ഷനേ ഇല്ല. ഇനിയിപ്പോൾ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് ഫുൾ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ ഇവിടുന്ന് സ്പീഡ് കുറച്ചാലും അത് തീരുമാനമായതിനു ശേഷമേ വണ്ടി നിൽക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്ന കപ്പലിനെ പുറകോട്ടുള്ള സ്റ്റേൺ കൊടുത്തിട്ട് റിവേഴ്സ് ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ പോലും അത്രയും സ്പീഡ് പോകുന്ന ഒരു കപ്പല് മിനിമം ഒരു 5 knot സ്പീഡിലെങ്കിലും വരാതെ നമുക്ക് സ്റ്റേൺ കിക്ക് കൊടുത്തിട്ട് കാര്യമല്ല. പുറകോട്ടുള്ള പ്രൊപ്പലർ മുമ്പോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ആ ഒരു എഞ്ചിന്റെ ത്രസ്റ്റ് കാരണം ഒരിക്കലും അത് പുറകോട്ട് കറങ്ങത്തില്ല. അപ്പൊ അത് കറങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം സ്പീഡിലേക്ക് വരണം. അപ്പൊ നമുക്ക് ആക്ഷൻ മെയിൻ ആയിട്ടുള്ള നമ്മളത് സ്പീഡ് വെച്ചിട്ടല്ല, ആക്ഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ്. നമുക്ക് കാരണം കപ്പലിൽ റോഡ് പോലെയല്ല, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വളച്ച് പോകാനുള്ള അവസരങ്ങൾ പല ഭാഗത്തുണ്ട്. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അവിടെ ആണെങ്കിലും മെയിൻ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഡീവിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് മുമ്പ് ഒരു കപ്പൽ അല്ലെങ്കിൽ സൈഡിൽ ഒരു കപ്പൽ വരുവാണെങ്കിൽ അപ്പം എങ്ങോട്ട് വളയ്ക്കണം കപ്പൽ, അല്ലെങ്കിൽ അത് ആര് പറഞ്ഞു തരും, അപ്പം നമ്മൾ ആരെങ്കിലും മോണിറ്റർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയാലോ. അതായത് എസ്പെഷ്യലി മെയിൻ ആയിട്ടുള്ള ഒരു കടലിലുള്ള ഞങ്ങളുടെ റോഡ് നിയമങ്ങൾ, ഞങ്ങൾ ഇതിനെ പറയുന്ന പേര് റോഡ് നിയമങ്ങൾ തന്നെയാണ്. കൊളീഷൻ റെഗുലേഷൻ റൂൾസ് തന്നെയാണ് ഞങ്ങൾ ഇതിന് പറയുന്നത്. അല്ലാതെ അറ്റ് സീ റൂൾസ് അറ്റ് ദ സീ എന്ന് പറഞ്ഞിട്ടല്ല ഇതിനെ ഞങ്ങൾ പഠിക്കുന്നത്. ഏതൊരു നാവിഗേറ്ററും പഠിക്കേണ്ട ഒരു കാര്യമാണ്, അവർ പഠിച്ചിരിക്കുന്നതാണ്. പക്ഷെ അതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ നാട്ടിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവൻ മറ്റേ ലൈനിലൂടെ ഈ ലൈനിലൂടെ ആയിരിക്കും പോകുക, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വളച്ചു പോകുക. നമുക്കിവിടെ കപ്പലിൽ ഇൻഡിക്കേറ്റർ ഇല്ല. അപ്പൊ നമ്മളുടെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞ റൂൾസ് ആണ്. ആ റൂൾ പഠിച്ച ആളെ കടലിലേക്ക് കപ്പലും കൊണ്ട് വരാൻ പാടുള്ളൂ. വന്നു കഴിഞ്ഞാൽ തന്നെ ഈ റൂൾസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിരിക്കണം. അപ്പം എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നോക്കിയാലോ, അത് നമുക്ക് ഉള്ളു നോക്കാം. വലത്തോട്ട് ഓടിക്കാം, ഇവനും കയറി ഞാൻ ഇടത്തോട്ട് ഓടിക്കാം. ഫർദർ മുന്നോട്ട് വന്ന് രണ്ടാളും കൊളൈഡ് ആയനെ. അതിനുവേണ്ടി റൂൾ നമ്പർ 1 നമുക്ക് തന്നിരിക്കുന്നത്. റൂൾ നമ്പർ 1 അല്ല, നമ്മൾ റൂൾ ഓഫ് ഹെഡ് ഓൺ സിറ്റുവേഷൻ. അത് രണ്ട് ഷിപ്പുകൾ നേരെ വരുവാണെങ്കിൽ രണ്ടാളും ആ ഷിപ്പ് വലത്തോട്ട്, അതായത് കപ്പലിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടേമാണ് സ്റ്റാബേർഡ് സൈഡിലേക്ക് കപ്പലിനെ വളയ്ക്കണം. അപ്പോൾ ഇവൻ വരുന്നവൻ ഇവൻ സ്റ്റാബേർഡിലേക്ക് വളച്ചു, ഇവന്റെ സ്റ്റാബേർഡ് ഇവിടെ ആയതുകൊണ്ട് ഇവൻ ഇങ്ങോട്ട് വളച്ചു. സോ ബോത്ത് ഓഫ് ദം വിൽ പാസ് ക്ലിയർ. ഹെഡ് ഓൺ സിറ്റുവേഷൻ ആണെങ്കിൽ രണ്ട് ഷിപ്സും ദേ ആർ സപ്പോസ് ടു ഓൾട്ടർ ദ കോഴ്സ് ടു സ്റ്റാബേർഡ്. സോ ദേ വിൽ ഓൾട്ടർ ലൈക്ക് ദിസ്. രണ്ടുപേരും വേണ്ടത്ര CPA ക്ലിയർ ആയിട്ട് പോകും. അതാണ് ഒരു റൂൾ ഹെഡ് ഓൺ സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, അതിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ക്രോസിംഗ് സിറ്റുവേഷൻ. ഒരു ഷിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒരു ഷിപ്പ് ഇവിടെ നിന്ന് വരുന്നത്, പക്ഷെ രണ്ടുപേരും നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റിൽ വെച്ച് അവർ ഇടിച്ചേനെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ റൂൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവൻ കരുതും ഞാൻ ഇങ്ങോട്ട് ഓടിക്കാം, അപ്പോൾ ഇവനും കരുതും ഞാൻ ഇങ്ങോട്ട് ഓടിക്കാം, വീണ്ടും അവർ വന്ന് ഇവിടെ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്രോസിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ കപ്പലിപ്പം ഒരു കപ്പൽ അവിടെ നിന്ന് ക്രോസ് ചെയ്യുന്നത് കാണുവാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഷിപ്പിന്റെ സ്റ്റാബേർഡ് സൈഡിൽ വലതു ഭാഗത്താണോ മറ്റേ ഷിപ്പ് ഉള്ളത് അവനാണ് ആക്ഷൻ എടുക്കേണ്ട ഷിപ്പ്. അതായത് ഈ സിറ്റുവേഷനിൽ ഈ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ ഈ ഷിപ്പ് ഇതിന്റെ വലതു ഭാഗത്താണ് ഈ ഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് ഇവൻ ഈ ഷിപ്പിലുള്ള ആള് വലതു ഭാഗത്തോട് ഓൾട്ടർ ചെയ്യണം കോഴ്സ്. അതുകൊണ്ട് ഇവൻ ഒന്നും ചെയ്യണ്ട, ചുമ്മാ പോയാൽ മതി. ഈ സിറ്റുവേഷനിൽ ഇവൻ ഒരു ആക്ഷനും ചെയ്യരുത്. സ്റ്റാൻഡ് ഓൺ വെസലാണ്, അവൻ ജസ്റ്റ് കണ്ടിന്യൂ ഹിസ് കോഴ്സ്. ഏത് കോഴ്സിലാണോ പോകുന്നത് അതിൽ പോയിക്കൊണ്ടേ ഇരിക്കുക. അതാണ് ആ ഒരു റൂൾ. അതായത് നമ്മളിപ്പോൾ രണ്ട് ഷിപ്പ് പോവുകയാണെങ്കിൽ ഇപ്പൊ ഇവൻ കാണുകയാണ് വലതു ഭാഗത്ത് നിന്ന് ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവൻ ഫർദർ വലതിലേക്ക് ഓൾട്ടർ ചെയ്ത് ഇവന്റെ പുറകിലൂടെ പാസ് ചെയ്ത് പോകണം എന്നാണ് നിയമം പറയുന്നത്. അതാണ് നമ്മുടെ ക്രോസിംഗ് സിറ്റുവേഷൻ. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഇപ്പം തിരിച്ച് ഇവിടെ നിന്ന് എങ്ങനെയാണെങ്കിൽ ഇവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ നിന്ന് ഈ ഷിപ്പ് വരുന്നു, പക്ഷെ അപ്പൊ ഈ ഷിപ്പിന്റെ വലതു ഭാഗത്താണ് ഇവനുള്ളത്, ഇവന്റെ ഇടതു ഭാഗത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷിപ്പിന് ഒരു ആക്ഷൻ എടുക്കേണ്ട, ഇവൻ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഈ വിൽ ഓൾട്ടർ ഹിസ് കോഴ്സ് ആൻഡ് ഫർദർ ഈ വിൽ പാസ് ഫ്രം സ്റ്റേൺ ഓഫ് ദ വെസൽ. അതാണ് രണ്ടാമത്തെ ക്രോസിംഗ് സിറ്റുവേഷൻ. ഇനി മൂന്നാമത്തത് ഓവർടേക്കിംഗ്. നമ്മുടെ നാട്ടിൽ ഓവർടേക്ക് ചെയ്യാണ്, ഒരുത്തരം ഓവർടേക്ക് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് അവൻ ഓവർടേക്ക് അങ്ങനെ ചെയ്ത് പോകണ്ടെന്ന് കരുതി പോകും. പക്ഷേ കടലിൽ അങ്ങനെയല്ല. രണ്ട് കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് ഷിപ്പാണോ സ്പീഡിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത്, ആരാണോ ഓവർടേക്ക് ചെയ്യുന്നത് അവൻ വേണം സേഫ് ആയിട്ട് പോകാൻ വേണ്ടി. അതായത് ഇത്ര അടുത്തൂടെ വന്നിട്ട് പോകാൻ പാടില്ല. വേണ്ടത്ര CPA ക്ലിയറൻസ് വെച്ചിട്ടാണ് ഇവൻ പോയിക്കൊണ്ട് പോകേണ്ടത്. അതായത് ആരാണോ ഓവർടേക്ക് ചെയ്യുന്നവൻ. പിന്നെ രണ്ടാമത്തത്, ഇവൻ കുറച്ച് നേരം ഓവർടേക്ക് ചെയ്ത് വരികയും ഒറ്റയടിക്ക് ഇങ്ങോട്ട് വളച്ച് കഴിഞ്ഞിട്ട് പറയാൻ പാടില്ല നിന്റെ വലതു ഭാഗത്താണ് ഞാനുള്ളത്, പിന്നെ നീ എടുക്കണമെന്നോ. അപ്പം ഒരു ഓവർടേക്കിംഗ് വെസൽ എന്ന് പറഞ്ഞാൽ ആരാണോ ഓവർടേക്ക് ചെയ്യുന്നത് അവൻ വേണ്ടത്ര ദൂരം മുന്നോട്ട് പോയി അത് ഈ ഷിപ്പുമായിട്ട് പ്രോപ്പറായി ക്ലിയർ ചെയ്തതിനായതിനു ശേഷം മാത്രമേ ഇഫ് ഹി ഹാസ് ടു ഓൾട്ടർ, അങ്ങനെയാണെങ്കിൽ പോലും മറ്റൊരു ഭാഗത്തേക്ക് കോഴ്സ് ഓൾട്ടർ ചെയ്ത് പോകാൻ പാടുള്ളൂ. അപ്പം ഓവർടേക്ക് ചെയ്യാൻ ഇവൻ സ്പീഡ് കുറവാണ്, ഇവൻ സ്പീഡ് കൂടുതലാണ്, ഇവൻ ക്ലിയർ ആയി പോയി
വേണ്ടിടത്തു നിന്ന് പിന്നെ വളച്ചിട്ട് പോകണം. അതാണ് നമ്മുടെ ഓവർടേക്കിംഗ് സിറ്റുവേഷൻ. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, നമ്മളുടെ കപ്പലിൽ നമ്മളെ കടലിൽ ആരെങ്കിലും മോണിറ്റർ ചെയ്യും. ഈ റൂൾസ് ഉണ്ട്. ഈ റൂൾസ് ഒബ്വിയസ്ലി നമ്മൾ എങ്ങനെയാണ് മറ്റേ കപ്പൽ നമ്മൾ ഇടിക്കുമോ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ റഡാറിൽ വെച്ചിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ കയ്യിൽ റഡാർ എന്ന് പറഞ്ഞ എക്യുപ്മെന്റ് ഉണ്ട്. അത് വെച്ച് മറ്റൊരു ഷിപ്പിന്റെ ഡീറ്റെയിൽസ്, ആ ഷിപ്പ് എത്ര സ്പീഡിലാണ് വരുന്നത്, അവൻ അതേ സ്പീഡിൽ പോയാൽ നമ്മളെ സ്പീഡിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇടിക്കുമോ ഇല്ലയോ, എത്ര ദൂരത്തോടെ പാസ് ചെയ്യുന്നൊക്കെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും മാനുവലിയും. പക്ഷെ ഇന്ന് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് കടലിന്റെ റൂൾസ്. പിന്നെ ഇനിയിപ്പം അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. യെസ്, ഒബ്വിയസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും VTS വെസൽ ട്രാഫിക് സർവീസ് ഉണ്ട്. അതായത് അവിടെ നമ്മൾ മറ്റുള്ള കോസ്റ്റൽ സ്റ്റേറ്റിന്റെയും അല്ലെങ്കിൽ അവിടുത്തെ ട്രാഫിക് ഏജൻസീസിന്റെയും അണ്ടറിൽ അവർ നമ്മളുടെ മോണിറ്റർ ചെയ്ത് അവരുടെ അടുത്ത് വലിയ റേഞ്ചിലുള്ള റഡാർസ് ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, അവരെങ്ങനെ മറ്റ് ഷിപ്പുകൾ എങ്ങനെയാണ് വരുന്നത്, ആ സിറ്റുവേഷൻസിൽ അവർ നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. ചില സമയങ്ങൾ അവർ പറയും നിങ്ങൾ ഇങ്ങോട്ട് പോ, ചില അല്ല അവർ അങ്ങോട്ട് പോകുന്നുള്ള രീതിയിൽ അവർ പറയും. അപ്പം എല്ലായിടത്തും ഒന്നുമില്ല, ഓപ്പൺ സീലൊന്നും ആരും ഇല്ല. പക്ഷേ ഒബ്വിയസ്ലി നമ്മളുടെ അല്ലാത്തൊരു കോസ്റ്റൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു പോർട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റ് ചില റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ട്രാഫിക് സെപ്പറേഷൻ സ്കീംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൊക്കെ ഒരു ഷിപ്പ് എങ്ങനെ പോകണം, ഏത് ഡിറക്ഷനിൽ പോകണം, അതിനുള്ള ഡിറക്ഷൻ മെൻഷൻ ചെയ്തിട്ട് നമുക്കതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊരു ഷിപ്പും ആ ഒരു ഡിറക്ഷനിൽ പോകുന്ന ഷിപ്പാണെങ്കിൽ അതിൽ ഫോളോ ചെയ്തിരിക്കുന്ന ഡിറക്ഷനിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ഒരു ഷിപ്പിന് പോകാൻ വേണ്ടി ഒരു റൂട്ടും അവിടെ തിരിച്ചു വരാൻ വേണ്ടി വേറെ റൂട്ടായിരിക്കും. മറ്റൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതും അതിന് പ്രത്യേക റൂൾസ് ആണ്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞ് വാസ്റ്റ് ആക്കുന്നില്ല. അപ്പം വേറെ സിറ്റുവേഷൻസ് നമ്മളെ ഇപ്പോൾ ട്രാഫിക് പോലീസ് കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മളെ അവർ മോണിറ്റർ ചെയ്ത് അവർ നമ്മളോട് കൺട്രോൾ ചെയ്യും. VTS നമ്മൾ വിളിച്ചിട്ട് പറയും അവിടെ ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓൾട്ടർ ചെയ്യും, അല്ലെങ്കിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ പല റെസ്ട്രിക്ഷൻസ്. അപ്പം കടലിലും ഞങ്ങൾക്ക് റൂൾസ് ഇല്ല, അതില്ല. ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് റൂൾസ് വേറെ ഉണ്ട്. ഇത് ജസ്റ്റ് 3 സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് പല റൂൾസുകളും ഞങ്ങൾ കപ്പലിൽ ഫോളോ ചെയ്തിട്ടാണ് ഒരു ഷിപ്പിനെ പോയിന്റ് A to പോയിന്റ് B കൊണ്ടുപോകുന്നത്. താങ്ക് യു.